ഹായ് ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എഡ്യൂമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 3ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ അവസാനത്തെ യൂണിറ്റായ മാനത്തോളം എന്നതിലെ കുപ്പിപ്പഴം വിഴുങ്ങണ കാണണം എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. ഈ പാഠഭാഗവും അതിലെ പ്രവർത്തനങ്ങളുമാണ് നമ്മൾ ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ എല്ലാ വിഷയങ്ങളുടെയും വീഡിയോസ് STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. കാഴ്ചയ്ക്കപ്പുറം ടീച്ചർ ഒരു മാജിക്ക് കാണിച്ചു തരും. അതിൽ ഒരു ചെറിയ സൂത്രം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് കണ്ടെത്തിയില്ലേ? ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത്. ചിലപ്പോൾ ചിലർ അത്ഭുതങ്ങൾ കാട്ടി നമ്മെ പറ്റിക്കും. നാം ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ്. ആർക്കും നമ്മെ കബളിപ്പിക്കാൻ സാധിക്കരുത്. അത്ഭുത കാഴ്ചകൾക്ക് പിന്നിലെ രഹസ്യം കാട്ടിത്തരികയാണ് പാപ്പുട്ടി മാഷ്. മാഷ് എഴുതിയ ഒരു മാജിക് കഥ വായിക്കൂ. ടീച്ചർ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചു തരും. അതിനുശേഷമാണ് ഈ പഴം വിഴുങ്ങാൻ കടക്കുന്നത് കേട്ടോ. ശ്രീദേവി വന്നപാടെ കയ്യിലിരുന്ന കുപ്പി മാഷുടെ മേശപ്പുറത്ത് വച്ചു. അല്പം വലിയ വായുള്ള മുഴുത്ത കുപ്പി. മാഷ് ചോദിച്ചു, ചിരുതക്കുട്ടി എന്താ ഇന്നൊരു കുപ്പിയുമായി? നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ? ഇത് കള്ള് വാങ്ങുന്ന കുപ്പിയൊന്നും അല്ല മാഷേ, ഇതൊരു അത്ഭുത കുപ്പിയാ. പഴം വിഴുങ്ങണ കുപ്പി. പഴം വിഴുങ്ങുന്ന കുപ്പിയോ? കൊള്ളാലോ, അതൊന്ന് കാണണമല്ലോ. അതിന് പഴം എവിടെ? പഴം ഞാനിപ്പോൾ കൊണ്ടുതരാം. ഉണ്ണി അടുക്കളയിലേക്ക് ഓടി. ഒരു റോബസ്റ്റ പഴവുമായി അവൻ തിരിച്ചു വന്നു. പഴത്തിൻ്റെ തൊലി അല്പം നീക്കി അവനത് കുപ്പിയുടെ വായിൽ കാണിച്ചു. ഇത് തിന്നുന്നില്ലല്ലോ. എല്ലാവരും കൊടുത്താൽ തിന്നൂല പൊട്ട, ഉടമസ്ഥൻ തന്നെ കൊടുക്കണം. അവൾ പഴം വാങ്ങി തൊലിയിലുരിഞ്ഞ ഭാഗം കുപ്പിയുടെ വായിൽ കടത്തി വച്ചിട്ട് പറഞ്ഞു, കുപ്പി തിന്നോളൂ. ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണി കളിയാക്കാൻ തുടങ്ങി. അവൻ പറഞ്ഞു, ഈ ചേച്ചിക്കൊന്നും അറിയില്ല അല്ലേ അച്ഛാ? കുപ്പി പഴം തിന്നോ? പഴം തിന്നും, ഇപ്പം വിശപ്പില്ലാഞ്ഞിട്ടാ. ശ്രീദേവി ഉറപ്പിച്ചു പറഞ്ഞു. നോണ നോണ, പച്ച നോണ. ഉണ്ണി കൂവിയാർത്തു. ശ്രീദേവി ഒരധ്യാപികയുടെ ഗൗരവത്തിൽ പറഞ്ഞു, എന്നാൽ നീ പോയി ഒരു തീപ്പെട്ടി എടുത്തുകൊണ്ട് വാ. അതെന്തിനാ? കുപ്പിക്ക് വിശപ്പുണ്ടാക്കാൻ. വിശ്വാസം വന്നില്ലെങ്കിലും അവൻ ഓടിപ്പോയി തീപ്പെട്ടി എടുത്തുകൊണ്ടുവന്നു. ശ്രീദേവി കുപ്പിയുടെ വായിൽ നിന്ന് പഴമെടുത്തു മാറ്റി. എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് ഒരു കഷ്ണം കടലാസ് കത്തിച്ച് കുപ്പിക്കുള്ളിലിട്ടു. അത് കത്തിത്തീരും മുൻപേ പഴം ആദ്യത്തെ പോലെ കുപ്പിയുടെ വായിൽ തിരുകി. പിന്നെ മാന്ത്രികയെപ്പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു, കുപ്പി പഴം വിഴുങ്ങിക്കോളൂ. 1 2 3. അത്ഭുതമെന്ന് പറയട്ടെ, പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. തൊലി മാത്രം കുപ്പിയുടെ വായ മൂടികൊണ്ട് പുറത്തും. ഉണ്ണി വായ പൊളിച്ച് അത് കണ്ടു നിന്നു. മാഷിക്ക് നല്ല രസം തോന്നി. മാഷി പറഞ്ഞു, കൊള്ളാം, ആരാ നിനക്ക് ഈ വിദ്യ കാണിച്ചു തന്നേ? ഞങ്ങളുടെ സയൻസ് മാഷ് ഇത് കാണിച്ചു തന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, പഴം എന്തുകൊണ്ടാണ് കുപ്പിയിലേക്ക് ഇറങ്ങിപ്പോയതെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ മാത്രമല്ല, ആരും ഉത്തരം പറഞ്ഞില്ല. നാളേക്ക് ആലോചിച്ച് വരാൻ പറഞ്ഞു മാഷ്. ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഓ, ഇപ്പം മനസ്സിലായി. കുപ്പിയും എടുത്തു വന്നതിൻ്റെ രഹസ്യം എന്നെ കുപ്പിയിലാക്കാനാ. എന്തായാലും ഞാൻ പറഞ്ഞു തരില്ല. നീ പറഞ്ഞാൽ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞാനും കൂടാം. ആയിക്കോട്ടെ, അത് മതി. എന്നാ പറയട്ടെ? ഓ, പറഞ്ഞോളൂ. കടലാസ് കത്തിച്ചിട്ടപ്പം കുപ്പിക്കുള്ളിലെ വായു ചൂടുപിടിച്ച് വികസിച്ചു. കുറേ പുറത്തേക്ക് പോയി. തണുക്കും മുൻപ് പഴം കൊണ്ട് വായടച്ചു. പിന്നെ തണുത്തപ്പം ഉള്ളിലെ മർദ്ദം കുറഞ്ഞു. അപ്പം പുറത്തു നിന്നുള്ള അധിക മർദ്ദം പഴത്തെ ഉള്ളിലേക്ക് തള്ളി. ശരിയല്ലേ? ആരാ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞേ? നാളെ നിൻ്റെ സയൻസ് മാഷിക്ക് ഈ വിശദീകരണം കൊടുത്ത് സമ്മാനം വാങ്ങിയിട്ട് വേറൊരു പരീക്ഷണം കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ. മാഷ് കടലാസ് മുറിക്കുന്ന കത്തി കുപ്പിക്കുള്ളിൽ കടത്തി പഴം കഷ്ണങ്ങളാക്കി പുറത്തെടുത്ത ശേഷം ഒരു കടലാസ് കഷ്ണം കൂടി അതിൽ കത്തിച്ചിട്ടു. അത് മുഴുവൻ കത്തിത്തീരും മുൻപേ കൈവെള്ള കൊണ്ട് കുപ്പി അമർത്തി അടച്ചു. അല്പം കഴിഞ്ഞ് കൈ പൊക്കിയപ്പം കുപ്പിയും കൂടെ പൊങ്ങി. അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഉണ്ണി ചാടി കുപ്പിയിൽ പിടിച്ചു വലിച്ചു നോക്കി. പോരുന്നില്ല. നല്ല ശക്തിയോടെ വലിച്ചപ്പോൾ ടപ്പ് എന്നൊരു ശബ്ദത്തോടെ കുപ്പി വേറിട്ടു പോന്നു. മാഷ് പറഞ്ഞു, കണ്ടോ, അന്തരീക്ഷം എത്ര ശക്തിയോടെയാണ് കയ്യിനെ അമർത്തി വച്ചിരുന്നത്. വിടുവിച്ചപ്പം വായു കുപ്പിക്കുള്ളിലേക്ക് തള്ളിക്കയറിയ ശബ്ദം കേട്ടില്ലേ? ഞാനിത് നാളെ ക്ലാസ്സിൽ കാണിക്കും. ശ്രീദേവി ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ സന്തുഷ്ടയായി. ഇതിനകം ഉണ്ണി പരീക്ഷണം നടത്തി കൈ പൊള്ളിച്ചു കഴിഞ്ഞിരുന്നു. കടലാസ് കത്തിത്തീരും മുൻപേ കൈകൊണ്ട് പൊത്തിപ്പിടിച്ചതാണ് കാരണം. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ അവനതാ അടുത്ത കടലാസ് കഷ്ണത്തിന് തീ കൊടുത്തു കഴിഞ്ഞു. പ്രൊഫസർ K. പാപ്പുട്ടി മാഷാണ് കേട്ടോ ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ മക്കളെ, നിങ്ങളും ഈ പരീക്ഷണം ഒന്ന് ചെയ്തു നോക്കണേ. ഇനി ഇതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നമുക്ക് ചോദ്യങ്ങൾ ഓരോന്നായി ചെയ്യാം. ചോദ്യം 1 നോക്കൂ. ശ്രീദേവിയും മാഷും ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കൂ. ഉണ്ണിയെപ്പോലെ കൈ പൊള്ളിക്കരുതേ. പരീക്ഷണം ചെയ്തപ്പോൾ
നിങ്ങൾക്കുണ്ടായ അനുഭവം എഴുതൂ. അപ്പോൾ ഇത് മക്കൾ ചെയ്തു നോക്കണം. ക്ലാസ്സിലോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നോ ഈ പരീക്ഷണം ചെയ്ത് നോക്കുക. നിങ്ങൾക്കുണ്ടായ അനുഭവം, പരീക്ഷണം വിജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ടോ, അക്കാര്യം കൂടെ കൂട്ടിച്ചേർക്കുക. ചോദ്യം 2. മാഷിനെയും ശ്രീദേവിയെയും അമ്പരപ്പിച്ചുകൊണ്ട് ഉണ്ണി കാണിച്ച ഒരു മായാജാലത്തിൻ്റെ ചിത്രം കണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തു നോക്കൂ. ചെയ്തപ്പോഴുണ്ടായ അനുഭവം എഴുതൂ. ഈ പരീക്ഷണം ചെയ്യാൻ ഞാൻ ആദ്യമായി ഒരു ചില്ല് ഗ്ലാസ്സിൽ നിറയെ വെള്ളമെടുത്തു. നിറം നൽകാനായി അല്പം മഷി ചേർത്തു. പിന്നെ ഞാൻ ഒരു കട്ടിയുള്ള പേപ്പർ എടുത്ത് ഗ്ലാസിൻ്റെ വാവട്ടത്തേക്കാൾ കുറച്ച് വലുതാക്കി മുറിച്ചു. ചതുരാകൃതിയിലാണ് ഞാൻ മുറിച്ചത്. ശേഷം ഞാൻ ആ പേപ്പർ ഉപയോഗിച്ച് ഗ്ലാസ് അടച്ചു പിടിച്ചു. അടച്ചു വെച്ച കടലാസിന് മേലെ മെല്ലെ കൈപ്പത്തി വെച്ച് സാവധാനം ഗ്ലാസ് കമഴ്ത്തി പിടിച്ചു. പിന്നെ ഗ്ലാസ്സിൽ മാത്രം പിടിച്ച് കടലാസിനെ താങ്ങി നിർത്തിയ കൈമാറ്റി. ആ സമയം ശരിക്കും ഞാൻ അത്ഭുതപ്പെട്ടു. ഗ്ലാസ്സിലെ വെള്ളം പുറത്തേക്ക് പോയില്ല. കടലാസ് ഗ്ലാസിനെ താങ്ങി നിർത്തുന്നതായി കണ്ടു. പരീക്ഷണം അവസാനിച്ചപ്പോൾ ടീച്ചർ ഞങ്ങൾക്ക് അതിനു പിന്നിലെ ശാസ്ത്രം പറഞ്ഞു തന്നു. പുറത്തുള്ള വായു അടച്ചുവെച്ച കടലാസിനെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് ഗ്ലാസ്സിലെ വെള്ളം പുറത്തേക്ക് പോകാത്തത്. ചോദ്യം 3. ഇത്തരത്തിൽ ചില മായാജാലങ്ങൾ കണ്ടെത്തി നിങ്ങൾക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കാമല്ലോ. ശാസ്ത്ര മായാജാലങ്ങൾ കണ്ടെത്താൻ സഹായകമായ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്നെടുത്ത് വായിക്കൂ. അവ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ചോദ്യം 4. ക്ലാസ്സിൽ നടക്കുന്ന മായാജാല പ്രദർശനത്തിൻ്റെ അറിയിപ്പ് തയ്യാറാക്കി ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക. അപ്പോൾ അറിയിപ്പിൽ എന്തൊക്കെയാണ് ചെയ്യാം മക്കളെ? മായാലോകത്തേക്ക് സ്വാഗതം, ഒരു തലക്കെട്ട് കൊടുക്കാം. 3B ക്ലാസ്സിലെ കുട്ടികൾ കണ്ണിനും മനസ്സിനും ഒരുപോലെ വിസ്മയം നൽകുന്ന ഇന്ദ്രജാല ലോകത്തേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. ഫെബ്രുവരി 15 ശനിയാഴ്ച രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയാണ് മാജിക് ഷോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. എല്ലാ കൂട്ടുകാർക്കും അധ്യാപകർക്കും നാട്ടുകാർക്കും സ്വാഗതം. ഇത് നിങ്ങൾക്ക് എഴുതുക. നല്ല മനോഹരമായ ചിത്രങ്ങൾ കൂടി ഇതിൽ വരച്ചു ചേർക്കുക. ചോദ്യം 5. ശാസ്ത്ര പരീക്ഷണങ്ങൾ വളരെ രസകരമാണ്. ഇതുപോലെ രസകരമായ നിരവധി കൗതുക കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം കൗതുകങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് വായിക്കാൻ തരും. അവ വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവയ്ക്കുക. ഇത് നിങ്ങൾക്ക് ക്ലാസ്സിൽ ചെയ്യാവുന്ന ഒരു പ്രവർത്തനമാണ്. ചോദ്യം 6. ശ്രീദേവി മാന്ത്രികയെ പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു. കുപ്പി, പഴം വിഴുങ്ങിക്കോളൂ. 1 2 3. എന്താണ് ഈ അംഗവിക്ഷേപം? കൈയും കാലും തലയും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നതിനാണ് അംഗവിക്ഷേപം എന്ന് പറയുക. കുപ്പിയോട് പഴം വിഴുങ്ങാൻ പറയുമ്പോൾ ശ്രീദേവി കാട്ടിയ അംഗവിക്ഷേപം എന്താവും? കാണിക്കൂ. അത് നിങ്ങൾ കാണിച്ചു കൊടുക്കണേ. ചോദ്യം 7. ഇതുപോലെ മറ്റേതെങ്കിലും സന്ദർഭങ്ങളിൽ കാണിക്കുന്ന അംഗവിക്ഷേപങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പോൾ അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്ന ചില സാഹചര്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് നമസ്കാരം പറയുന്നത്, പറന്നു പോകുന്ന കിളികളെ കണ്ട് കൂട്ടുകാരെ വിളിക്കുന്നത്, ശബ്ദമുണ്ടാക്കാതെ നിൽക്കാൻ പറയുന്നത്, കുട്ടികളെ ചിരിപ്പിക്കുന്നത്, ഇതെല്ലാം. ചോദ്യം 8. പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാവും. ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്തിനാവും? പ്രവൃത്തിയെ സൂചിപ്പിക്കുമ്പോൾ വാക്കുകൾ ആവർത്തിച്ചു പറയുന്ന മറ്റു സന്ദർഭങ്ങൾ പറയാമോ? പഴം ഇറങ്ങിപ്പോയി എന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്ക് അതിൻ്റെ ചിത്രം മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. പഴം ഇറങ്ങിപ്പോകുന്നതിൻ്റെ ചലനത്തിലെ വ്യക്തത നന്നായി മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വീണ്ടും വീണ്ടും, കാത്തു നിന്നു, ഓടി വന്നു, ചിരിച്ച് വേഗം നടന്നു, മെല്ലെ നടന്നു, കരഞ്ഞു മടുത്തു, വലിയ കുഴികൾ, ചെറിയ മീനുകൾ തുടങ്ങിയവയെല്ലാം. ചോദ്യം 9. എന്തെങ്കിലും കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നതിന് നാം സോപ്പിടുക എന്ന് പറയാറുണ്ട്. ഇതിന് സോപ്പുമായി ഒരു ബന്ധവുമില്ല. ഇതുപോലെ ഒരു പ്രയോഗം പാഠഭാഗത്തുണ്ട്, അത് കണ്ടെത്തൂ. ഇത്തരത്തിൽ ഒന്ന് പറഞ്ഞ് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതുക. ഈ കഥയിൽ മാഷ് ശ്രീദേവിയോട് എന്നെ കുപ്പിയിലാക്കാനാ എന്ന് ചോദിക്കുന്നുണ്ട്. മാഷിനെ കുപ്പിയിലാക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നത് അല്ലെങ്കിൽ ഒരാളെ വശത്താക്കുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. മറ്റു പ്രയോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് കിളി പോവുക, വെള്ളം കുടിപ്പിക്കുക, ആളെ പൊട്ടനാക്കുക, മണിയടിക്കുക തുടങ്ങിയവയെല്ലാം. ചോദ്യം 10. വലിയ വായുള്ള മുഴുത്ത കുപ്പി. കുപ്പി എന്നതിന് മുന്നിൽ മുഴുത്ത എന്ന് ചേർത്തപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ? ഇതുപോലെ ഒരു വാക്കിനെ വിശേഷിപ്പിക്കാൻ ഒന്നിലധികം വാക്കുകൾ ചേർത്ത് പറയാം. അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ? വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോൾ കുപ്പിയുടെ 2 വിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാവും. കുപ്പിക്ക് വലിയ വാ ആണ്, അതുപോലെ മുഴുത്ത കുപ്പിയാണ്, അതായത് വലിയ കുപ്പി. ഇത് കുപ്പിയുടെ രൂപത്തെ കൂടുതൽ വ്യക്തമാക്കാൻ സഹായിക്കുന്നു.
ഇത്തരം വാക്കുകൾക്ക് ഉദാഹരണങ്ങളാണ് നനഞ്ഞു കുതിർന്ന മണ്ണ്, കരഞ്ഞു കലങ്ങിയ കണ്ണ്, വലിയ ഉരുണ്ട പന്ത്, തുടുത്തു മിനുത്ത മുഖം, ചെറിയ ചുവന്ന മീൻ, നീണ്ടു മെലിഞ്ഞ മൂക്ക്, തടിച്ചു കറുത്ത ആന, വാടിക്കരിഞ്ഞ പൂക്കൾ തുടങ്ങിയവയെല്ലാം. ഇനി ഈ ചിത്രം കണ്ടോ മക്കളെ? ശാസ്ത്രത്തിൻ്റെ സഹായത്തോടെ നാം പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അത്തരമൊരു അത്ഭുതം കാണിച്ചു തരുന്ന കാർട്ടൂൺ നോക്കൂ. അയ്യോ ചേച്ചി, ഇതാ ഇത്ര അടുത്തൊരു കുറുക്കൻ, പേടിയാവുന്നു. നീ ഇതൊന്ന് തല തിരിച്ചു പിടിച്ചു നോക്ക്. ഇപ്പോഴോ? ഹാവൂ. അപ്പം എന്താ മക്കളെ, ഒരു കുട്ടിയും ദൂരദർശിനിയിലൂടെ നോക്കുന്ന കാർട്ടൂണാണ് അല്ലേ? അകലെയുള്ളവ അടുത്ത് വലുതാക്കി കാണിച്ചു തരുന്ന ഉപകരണമാണല്ലോ ദൂരദർശിനി. അത് തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കി കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ ആസ്വദിക്കും. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ക്ലാസ്സിലേക്കൊരു ദൂരദർശിനി കൊണ്ടുവന്ന് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, തിരിച്ചും മറിച്ചും ഒക്കെ അതിലൂടെ കാഴ്ച നോക്കുക. ഓരോ വസ്തു, അകലെയുള്ള വസ്തു അടുത്ത് കാണുന്നതിനായിട്ട് അതുകൊണ്ട് ഉപകരിക്കുമെന്ന് നിങ്ങൾക്ക് അതിലൂടെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ മക്കളെ കുപ്പി പഴം വിഴുങ്ങണ കാണണോ എന്നുള്ള ഈ ചെറിയ പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ളത്. പഠനഭാഗവും അതിൽ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് നമ്മൾ വൈകാതെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കരുത് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്